ഇവിടെ എല്ലാരും ഒലാ 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 എന്നാണോ പറയുന്നത്? എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഈ ഒല ഒല എന്നും പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മൾ പണ്ട് ക്യൂബയിൽ പോയ വീഡിയോ വെച്ചിട്ട് നമ്മുടെ ചിന്താ ജെറോം ഈയിടെ കണ്ട് ക്യൂബ പോയായിരുന്നു. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ചിന്ത ചേച്ചിയുടെ വീഡിയോ ഇട്ടിട്ട് എന്റെ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ കുറെ ട്രോൾ ഇറക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം? ഫ്ലാഷ് ബാക്ക്. ബെനീവദോസ് ആ ക്യൂബ, വെൽക്കം ടു ക്യൂബ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവനൊരു മാറ്റില്ലേട്ടോ, ആകെ നോക്കി ഇത്തിരി കറുത്തുണ്ട്, പക്ഷെ പല്ലിപ്പുളും വെളുത്തന്നെ ഇരിക്കണേ. ക്യൂബയിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ള നമ്മുടെ നാട്ടിലെ അങ്കനവാടി പോലെയുള്ള ഓല ഓല ഓല. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഓല മീൻസ് ഹലോ. പറഞ്ഞപ്പോ ഇവിടുത്തെ ബസ് വന്നെത്തുന്ന ടെർമിനൽ അത്യാവശ്യം വലിയ സൗകര്യങ്ങളെല്ലാം ഉള്ളതാണ്. ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒപ്പം തന്നെ ഒരു മോള് പോലെയെല്ലാം നമുക്ക് തോന്നുന്ന നിലയിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. വീടുകൾക്കിടക്ക് ഇതുപോലെയുള്ള പാർക്കുകളൊക്കെ ഇവർക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നമ്മുടെ നാടിനെക്കാട്ടി കഷ്ടമാട്ടോ ഈ സംഭവങ്ങളൊക്കെ. മൊത്തം ചപ്പും ചവറും അതും ഇതൊക്കെ വരിച്ചു വാലിയിട്ട് ആകെ അലങ്കുലമായി കിടക്കാണ്. മൂക്കുപൊത്തി നടക്കുന്ന അവസ്ഥയാണ്. സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. എല്ലാം പഴയ കെട്ടിടങ്ങളാണ്. എന്ത് നോക്കിയാലും നമുക്ക് ആ ഒരു പഴമ നമുക്ക് മനസ്സിലാവും. അതായത് നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന വീഡിയോകളൊക്കെ ഇല്ലേ, എല്ലാവരും ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ ക്യൂബ ഇപ്പോഴും 40കളിലും 50കളിലും ഒക്കെയാണ്. ആര് പറഞ്ഞു ഫീഡൽ കാസ്ട്രോ? മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശം. ഇവർക്ക് ഈ കെട്ടിടങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയും സാമ്പത്തിക സംഭവങ്ങളൊക്കെ വളരെ കുറവാണ് പല ആൾക്കാർക്കും. ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് ഈ സ്ട്രീറ്റിന്റെ വിഷ്വൽസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ആ പോകുന്ന പച്ച ടീഷർട്ട് ഇട്ട ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കാണിച്ചിട്ട് പോയി, അതായത് മേളിൽ നിന്ന് സാധനം അടർന്ന് തലേ വീഴുന്നു, അതുകൊണ്ട് മാറി നിൽക്കാൻ. ഞാനിപ്പോൾ സിമ്മ് വാങ്ങുന്ന കടയിൽ നിൽക്കുകയാണ്. ഇവിടെയും ഇങ്ങനത്തെ സെറ്റപ്പുകളൊക്കെയാണോ ഇപ്പോഴും ഉള്ളത്? എനിക്ക് ഇത് കണ്ടു, ഇത് ഫോണൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന്. ഇവിടെ $80. ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ, ഇവനെടുക്കൊന്നാലേ. അത് ഹൈവേയിലെ റോഡുകളൊക്കെ അടിപൊളിയായിരുന്നു. ഗ്രാമങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്കിനും റോഡൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി. കുണ്ടും കുഴിയൊക്കെയാണ്, അടിച്ച് വെട്ടിച്ചൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും നല്ലത് നമ്മുടെ കേരളത്തിലെ വഴികളാണ് കേട്ടോ. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ചിന്ത ചേച്ചി, ഐ എം സോറി കേട്ടോ, എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ക്യൂബ പോയി, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ക്യൂബ പോയി. അത് നമ്മൾ ട്രോൾ ഉണ്ടാക്കിയവരെ പറ്റിയോ ട്രോൾ ഉണ്ടാക്കിയതിനെ പറ്റിയോ എനിക്ക് പേഴ്സണലി ഒന്നും അറിയില്ല. നിങ്ങളെ വേദനിപ്പിച്ചെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊരു പങ്കുമില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാനതിന് തയ്യാറല്ല. വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ലാൽ സലാം.